ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇതിന്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ റവ ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. റവ അളന്നെടുത്ത് അതേ കപ്പിൽ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 2 സ്പൂണ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. വലിയ സ്പൂണ് 2 സ്പൂൺ തൈരും കൂടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അധികം പുളിപ്പില്ലാത്ത തൈരുമാണ് എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അരച്ചെടുത്ത ആ റവയുണ്ടല്ലോ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ആ മിക്സഡ് ജാറിലോട്ട് 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. ജീരകം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടി, പിന്നെ പഞ്ചസാര പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയൊരു മധുരം കൂടെ ചേർക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. കൂടാതെ നമ്മൾ ഇതിലോട്ടൊരു 3 നുള്ള സോഡാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ അപ്പത്തിൻ്റെ ബാറ്ററൊക്കെ റെഡിയായി. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാൻ ഇതുപോലൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. നെയ്ക്ക് പകരം ഓയിലാണെങ്കിലും പുരട്ടി കൊടുക്കാം കേട്ടോ. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അതിന് ഇതുപോലെ ഞാനൊരു പാനിൻ്റെ അകത്ത് വെള്ളം ഒന്ന് തിളപ്പിച്ചു. ഇതുപോലൊരു റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് പ്ലേറ്റ് വെച്ച് കൊടുക്കാം. ഇതിന് പകരം നമുക്ക് ഇഡ്ഡലി പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ കുറച്ച് മുളക് പൊടി ഒന്ന് വിതറി കൊടുക്കാം. ഈ അപ്പത്തിനുണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ്, ഒരു ചെറിയ എരിവും അതുപോലെ നല്ലൊരു ഭംഗിയും ഒക്കെ ഉണ്ടാകുന്നത് ഇതുപോലെ മുളക് പൊടി ഒന്ന് വിതറി കൊടുക്കുകയാണെങ്കിൽ. ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മതി കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു കിടിലൻ പലഹാരമാണിത് കേട്ടോ. എപ്പോഴും ഒരേ രീതിയിലുള്ള പലഹാരം തയ്യാറാക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പലഹാരമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ പലഹാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. നോക്കിക്കേ, നല്ല ഫ്ലഫി ആയിട്ട് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് വെന്തോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതുപോലെ ഞാനൊരു ഈർക്കിലിട്ടൊന്ന് കുത്തി നോക്കുകയാണ്. നോക്കിക്കേ, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതുണ്ടല്ലോ ഇത് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് ആറിയതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കഴിഞ്ഞില്ല കേട്ടോ, ഇനി കുറച്ച് പരിപാടിയും കൂടെ ചെയ്യാനുണ്ട്. ഇപ്പോൾ നല്ലതായിട്ട് ആറിയിട്ടുണ്ട്. ഒരു കത്തി ഉപയോഗിച്ചിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ടിത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ വട്ടയപ്പമൊക്കെ കട്ട് ചെയ്തെടുക്കുമല്ലോ, അതുപോലെ ഞാനിത് ട്രയാങ്കിളിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരു 8 കഷ്ണമായിട്ട് നമ്മളിതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. നമുക്കിത് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ കുറച്ച് പരിപാടിയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇത് 8 കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നോക്കിക്കേ, നല്ലതായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നല്ലതായിട്ട് പ്ലേറ്റിൽ നിന്ന് ഇളകിയിട്ടുണ്ട് കൊണ്ട് ഇതെല്ലാം നമുക്ക് ഇതേ രീതിയിൽ ഇളക്കിയെടുക്കാം. സ്റ്റവ് കത്തിച്ചത് ഇതുപോലെ ഞാനൊരു ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ മുറിച്ചെടുത്ത അപ്പം ഉണ്ടല്ലോ ഇതുപോലെ ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഒത്തിരി നേരം ഇട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. 2-3 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറു സൈഡ് ഇതേ രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ നോക്കി ഇതിൻ്റെ 2 സൈഡും ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതേ രീതിയിലെല്ലാം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റവ കൊണ്ടുണ്ടാക്കിയ വെറൈറ്റി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നൊരു പലഹാരമാണിത്. ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. പിന്നെ സൈഡ് ഡിഷ് വേണമെന്നുള്ളവർക്ക് നമുക്ക് സോസ് കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ ചട്നി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും കഴിക്കാം. ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിൽ ശരി, വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.